ടോറന്റിൽ നിന്ന് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്താൽ പോലീസ് പിടിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ആദ്യം ടോറന്റ് എന്താണെന്ന് നോക്കാം. പല കൂട്ടുകാർക്കും ടോറന്റ് എന്താണെന്ന് അറിയാം. ഞാൻ നേരത്തെ തന്നെ എങ്ങനെയാണ് ആൻഡ്രോയിഡ് ഫോണിൽ ടോറന്റിൽ നിന്ന് ഫയൽ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള വീഡിയോസൊക്കെ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു തുടക്കക്കാരന് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഉപകാരമുള്ള ഒരുപാട് ഫയലുകൾ നമുക്ക് ടോറന്റ് വഴി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കിക്കാസ് ടോറന്റിൻ്റെ ആ ഒരു അഡ്മിനിസ്ട്രേറ്ററെ ഓണറെ പോലീസ് പിടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കിക്കാസ് ടോറന്റ് എന്ന ഒരു വലിയ ഫയൽ ശേഖരം തന്നെ ടോറന്റിൽ നിന്ന് ഇല്ലാതായി പോവുകയും തുടർന്ന് അതുപോലുള്ള ഒരുപാട് വെബ്സൈറ്റുകൾ ടോറന്റിൽ നിന്ന് അപ്രത്യക്ഷമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇന്ത്യൻ ഗവൺമെൻറ് പോലും ടോറന്റ് ഉപയോഗിക്കുന്നത് കുറ്റകരമാണ് എന്ന രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവന്നത്. ആക്ച്വലി അത് അങ്ങനെയല്ല. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ടോറന്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒരു ചെറിയ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കയ്യിലൊരു ഫയൽ ഉണ്ടെന്ന് കരുതുക. ആ ഫയൽ ഞാൻ നിങ്ങൾക്ക് തരണം എന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൽ വഴി സെൻഡ് ചെയ്യാം, അതുപോലെ തന്നെ ഗൂഗിൾ ഡ്രൈവിലിടാം. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഏതെങ്കിലും ഒരു സ്റ്റോറേജ് ഏരിയ നമ്മൾ ഉപയോഗിച്ചിട്ട് അവിടേക്ക് ഞാൻ എൻ്റെ ഫയൽ അപ്ലോഡ് ചെയ്യുന്നു. ശേഷം അവിടെ നിന്ന് നിങ്ങൾ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യുന്നു. പക്ഷേ അവിടെ വരുന്നൊരു പ്രശ്നം, ഈ ഒരു സ്റ്റോറേജ് ഇപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റേതെങ്കിലും സ്ഥലമൊക്കെ ആണെങ്കിലും അവിടെ ചിലപ്പോൾ ആ ഒരു സെർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ ആ ഒരു ഫയൽ കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. പലപ്പോഴും അത് പ്രാവർത്തികമല്ല, പ്രത്യേകിച്ച് വലിയ വലിയ ഫയലുകളൊക്കെ ആണെങ്കിൽ. പിന്നെ പൈറസി ബേധിച്ചുകൊണ്ടുള്ള ഫയലുകൾ, ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ പണം കൊടുത്ത് വാങ്ങേണ്ട സോഫ്റ്റ്വെയറിൻ്റെ ഫ്രീ ആയിട്ടുള്ള വേർഷൻ, അതിനെ ക്രാക്ക് ചെയ്തുകൊണ്ടുള്ള വേർഷൻ, ഇതൊക്കെ നമ്മൾ ഗൂഗിൾ ഡ്രൈവിലൊക്കെ സേവ് ചെയ്ത് വെച്ചാൽ അത് നമുക്ക് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. സോ അതിന് ബദലായിട്ട് ഒരാളുടെ കയ്യിലുള്ള ഫയല് മറ്റൊരാളിലേക്ക് നേരിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ആക്ച്വലി ടോറന്റ് എന്ന് പറയുന്നത്. ഈ ടോറന്റിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഫയലിൻ്റെ ഒരു ടോറന്റ് ഫയൽ ഉണ്ടാക്കുന്നു. ഉദാഹരണം പറയാം, 1 GB ഉള്ള ഒരു ഫയലാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൻ്റെ ടോറന്റ് ഫയൽ എന്ന് പറയുന്നത് 10 KB 20 KB മാക്സിമം 100 KB ഒക്കെ ഉണ്ടാവുള്ളൂ. ഈ ഒരു ഫയൽ ഞാൻ ആവശ്യക്കാരൻ എവിടെയാണോ അവന് എത്തിച്ചു കൊടുക്കുന്നു. മെയിൽ വഴി സെൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ ചെറിയ ചെറിയ വെബ്സൈറ്റുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് അത് അവിടെ നിന്നൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന ആ ഒരു ചെറിയ ഫയൽ സൈസുള്ള ആ ഒരു ഫയൽ അത് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോ ഉള്ള ടോറന്റ് ക്ലയൻറ്റ് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നും അതിൻ്റെ ഒറിജിനൽ ഫയലായിട്ടുള്ള ആ 1 GB ഉള്ള ഫയൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലോഡ് ആവും. നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ നിന്ന് അപ്ലോഡ് ആവും. മാത്രമല്ല, എൻ്റെ നെറ്റ് സ്പീഡ് എത്രയുണ്ടോ അതുപോലെ നിങ്ങളുടെ ഡൗൺലോഡ് സ്പീഡ് എത്രയുണ്ടോ അതിൻ്റെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് പോലെയുള്ള ഏതെങ്കിലും ഓൺലൈൻ സ്റ്റോറേജിലാണെങ്കിൽ അതിൻ്റെ സെർവറിൻ്റെ സ്പീഡിനനുസരിച്ചായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക. അതിൻ്റെ സെർവറിന് സ്പീഡ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ എൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡും അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻ്റർനെറ്റ് സ്പീഡ് മാത്രമാണ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഫയല് ഒരുപാട് പേർക്ക് വേണമെങ്കിൽ ഒരേ സമയം ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ആ ഒരു ഫയല് നിങ്ങൾക്ക് തന്നു, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരാൾക്കും അതുപോലെ തന്നെ അത് ഡൗൺലോഡ് ചെയ്യണം, അയാളും ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ആ ഫയൽ അങ്ങോട്ട് പോയിട്ട് നിങ്ങൾക്കാണ് ആദ്യം കിട്ടുന്നതെന്ന് കരുതുക. ഇതിൻ്റെ 1 GB ഒരു 100 MB നിങ്ങൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത് വരുന്ന ആ ഒരാൾ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ഫയലിൻ്റെ കുറച്ച് ഭാഗം അയാൾക്ക് കിട്ടും, നിങ്ങളുടെ കയ്യിൽ നിന്നും ആ ഒരു ഫയലിൻ്റെ കുറച്ച് ഭാഗം അയാൾക്ക് കിട്ടും. അങ്ങനെ അയാളുടെ ഡൗൺലോഡ് സ്പീഡ് കൂടാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ കണക്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഒരു പേഴ്സണൽ ഫയൽ നിങ്ങൾക്ക് ടോറന്റ് വഴി മറ്റൊരാൾക്ക് കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ടോറന്റ് ഉപയോഗിക്കാം. എന്നാൽ ടോറന്റ് മിക്കവാറും ആളുകൾ ഉപയോഗിക്കുന്നത് പൈറസിയെ ബേധിച്ചുകൊണ്ടുള്ള ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് പുതിയ പുതിയ സിനിമകൾ, അതുപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ക്രാക്ക് ചെയ്ത ഫയലുകൾ, സോഫ്റ്റ്വെയറുകൾ, ഇതൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്തരം ഫയലുകൾ ആളുകൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കിക്കാസ് ടോറന്റ് എന്ന വലിയൊരു വെബ്സൈറ്റ് ടോറന്റിൻ്റെ അകത്തു നിന്നും പോയത്. അതുപോലെ മറ്റും ചില വെബ്സൈറ്റുകളും പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വെബ്സൈറ്റുകളെല്ലാം ബാൻ ചെയ്യപ്പെടുകയാണ് ഉണ്ടായത്. എന്നാലും ഇപ്പോഴും നമുക്ക് ഒരുപാട് വെബ്സൈറ്റുകൾ ടോറന്റിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഇത്തരം വെബ്സൈറ്റുകളെല്ലാം ഗവൺമെന്റിന്റെ മോണിറ്ററിങ്ങിലുണ്ട്. അത്തരം വെബ്സൈറ്റുകളിലേക്ക് ആരൊക്കെ പോകുന്നു തുടങ്ങിയ കാര്യങ്ങൾ ഗവൺമെന്റിന് മോണിറ്റർ ചെയ്യാൻ സാധിക്കും.
മാത്രമല്ല നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടോറന്റ്, ബിറ്റ് ടോറന്റ് തുടങ്ങിയ ആപ്ലിക്കേഷൻസിനെ മോണിറ്റർ ചെയ്തുകൊണ്ട്, അത്തരം ആപ്ലിക്കേഷൻസിനെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ആരെല്ലാം ആ ആപ്ലിക്കേഷൻസ് വഴി, സോഫ്റ്റ്വെയർസ് വഴി ഏതെല്ലാം വെബ്സൈറ്റിലേക്ക് പോകുന്നു എന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യാൻ അതത് ഗവൺമെന്റിന് സാധിക്കും, അതത് രാജ്യത്തുള്ള ഗവൺമെന്റിന് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ബാൻ ചെയ്യപ്പെട്ട വെബ്സൈറ്റുകൾ വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാം വല്ല VPN ഒക്കെ ഉപയോഗിച്ചിട്ട്. പക്ഷേ എല്ലാവരും സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യുക. സോ ഇത് എൻഡ് ലൈൻ ഇതാണ്. ടോറന്റ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ടോറന്റ് ഉപയോഗിക്കാം. ഒരു പബ്ലിക് ആയിട്ടുള്ള ഫയൽ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് നമുക്ക് ടോറന്റ് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് ടോറന്റ് അകത്ത് നമുക്ക് പുതിയ വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാക്കാം. പക്ഷേ പൈറസി പേടിച്ചുകൊണ്ട് മൂവികളും അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകളും ഒന്നും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. സ്വന്തം റിസ്കിൽ മാത്രം ഡൗൺലോഡ് ചെയ്യുക. മാത്രമല്ല അത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾ ടോറന്റിലേക്ക് അപ്ലോഡ് ചെയ്യാതിരിക്കുക. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒരു തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം നോട്ടിഫിക്കേഷൻ വഴി കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ അത് വീഡിയോ താഴെ കമന്റ് ചെയ്യുക. ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് മറുപടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം.